പ്രകൃതിക്ഷോഭങ്ങൾ സംഭവിക്കുമ്പോൾ വിവരങ്ങൾ വൈകി ലഭിക്കുന്നത് പലപ്പോഴും വലിയ ജീവഹാനിക്കും നാശനഷ്ടങ്ങൾക്കും കാരണമാകാറുണ്ട്. ഈ വെല്ലുവിളി മറികടക്കാൻ കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ് സചേത് അടിയന്തര മുന്നറിയിപ്പ് സംവിധാനം. രാജ്യത്തെ കോടിക്കണക്കിന് മൊബൈൽ ഉപഭോക്താക്കൾക്ക് ഒരേ സമയം ജാഗ്രതാ നിർദ്ദേശങ്ങൾ എത്തിക്കാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കും. കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന് കീഴിലുള്ള ഗവേഷണ സ്ഥാപനമായ C.DOT ആണ് ഈ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചെടുത്തത്. സാധാരണ SMS അയക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി സെൽ ബ്രോഡ്കാസ്റ്റ് സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇത് നെറ്റ്വർക്ക് ട്രാഫിക് ബാധിക്കാതെ സെക്കൻഡുകൾക്കുള്ളിൽ ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കുന്നു. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ നിർദ്ദേശിച്ച കോമൺ അലേർട്ട് പ്രോട്ടോകോൾ അടിസ്ഥാനമാക്കിയാണ് സുചേത് പ്രവർത്തിക്കുന്നത്. ഫോൺ സൈലന്റ് മോഡിലോ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലോ ആണെങ്കിൽ പോലും അപകടമനുസരിച്ച് എത്തുമ്പോൾ ഫോൺ ഉച്ചത്തിൽ ശബ്ദിക്കുകയും സ്ക്രീനിൽ സന്ദേശം തെളിയുകയും ചെയ്യും. ഇന്ത്യയിലെ 19-ലേറെ പ്രാദേശിക ഭാഷകളിൽ ഈ സേവനം ലഭ്യമാണ്. ഓരോ സംസ്ഥാനത്തെയും ജനങ്ങൾ അവരുടെ മാതൃഭാഷയിൽ തന്നെ മുന്നറിയിപ്പുകൾ ലഭിക്കും. ഒരു പ്രത്യേക പ്രദേശം മാത്രം ബാധിക്കുന്ന ദുരന്തമാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ജില്ലയിലെ മാത്രം വെള്ളപ്പൊക്കമാണെങ്കിൽ, ആ പ്രദേശത്തുള്ളവർക്ക് മാത്രമായി സന്ദേശം അയക്കാൻ ഈ സംവിധാനത്തിന് കഴിയും. രാജ്യത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ നിർണായകരമായ ഈ സംവിധാനം അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ എന്നിവരും ചേർന്നാണ് സചേത് സംവിധാനം രാജ്യത്തിനായി സമർപ്പിച്ചത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുന്നതിനും സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ജീവഹാനി കുറയ്ക്കുന്നതിനും ഈ പദ്ധതി വലിയ പങ്ക് വഹിക്കുമെന്ന് ഉദ്ഘാടന വേളയിൽ അദ്ദേഹം വ്യക്തമാക്കി. സംവിധാനത്തിന്റെ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിനായി രാജ്യത്തെ 36 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സർക്കാർ വിപുലമായ ട്രയൽ റൺ നടത്തി. ഈ പരീക്ഷണത്തിന്റെ ഭാഗമായി ദശലക്ഷക്കണക്കിന് മൊബൈൽ ഫോണുകളിൽ ഒരേ സമയം എമർജൻസി അലേർട്ട് സന്ദേശങ്ങൾ അയച്ചു. ഫോണുകൾ ഉച്ചത്തിൽ ബീപ് ശബ്ദം മുഴക്കുകയും സ്ക്രീനിൽ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള മുന്നറിയിപ്പ് സന്ദേശം തെളിയുകയും ചെയ്തു. ഈ ട്രയൽ വിജയകരമായി പൂർത്തിയാക്കിയതോടെ സംവിധാനം ഇപ്പോൾ രാജ്യമെമ്പാടും പ്രവർത്തന സജ്ജമാണ്. സാധാരണ SMS വഴി സന്ദേശം അയക്കുമ്പോൾ നെറ്റ്വർക്ക് തിരക്ക് തടസ്സമായേക്കാം. എന്നാൽ സചേത് ഉപയോഗിക്കുന്ന സെൽ ബ്രോഡ്കാസ്റ്റിംഗ് സാങ്കേതിക വിദ്യ നെറ്റ്വർക്ക് തിരക്കിനെ ബാധിക്കാതെ തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ സന്ദേശം എത്തിക്കുന്നുണ്ടോ എന്ന് ഈ ട്രയലിലൂടെ ഉറപ്പുവരുത്തി. പരീക്ഷണാടിസ്ഥാനത്തിൽ വരുന്ന ഇത്തരം സന്ദേശങ്ങൾ കണ്ട് പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. സിസ്റ്റത്തിന്റെ വിശ്വാസ്യത പരിശോധിക്കുന്നതിനും ഭാവിയിൽ യഥാർത്ഥ സാഹചര്യങ്ങളിൽ ജനങ്ങളെ കൃത്യമായി സജ്ജമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരം ട്രയൽ റണ്ണുകൾ നടത്തുന്നത്. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ദുരന്താഘാതം കുറയ്ക്കുന്നതിൽ ഇന്ത്യ കൈവരിച്ച വലിയൊരു നേട്ടമാണ് സചേത്. ചുഴലിക്കാറ്റുകളും ഭൂചലനങ്ങളും കനത്ത മഴ തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ സംവിധാനം രാജ്യത്തിന്റെ സുരക്ഷാ കവചമായി പ്രവർത്തിക്കും.